സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. வருடுகிறாய் மெல்ல மழை நிலவே விழியில் எல்லாம் உன்னுலா உயிரை தொடர்ந்து வரும் நீதானே மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து காதல் தான் கண்ணெழுத்து அன்பே வருடுகிறாய் மெல்ல மழை நிலவே விழியில் எல்லாம் உன்னுலா. ഈ 3 ആഴ്ചയിൽ അവരുടെ 3 പേരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സിദ്ധുവും റാമും ഇപ്പോഴും പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും തന്നെ ജീവിക്കുന്നു. ചില വാക്കുകൾ അത് തറച്ചു കയറുന്നത് ഹൃദയത്തിലായിരിക്കാം. എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് മറക്കാൻ കുറച്ചു സമയമെടുക്കും. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം കാശി ആദമനോട് മിണ്ടാതായി. എന്നാൽ ആദം മാക്സിമം അവനോട് അടുക്കാനാണ് ശ്രമിച്ചത്. എന്തോ കാശി മിണ്ടാതിരിക്കുമ്പോൾ ആദമന് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കിച്ചു, ഇന്ദ്ര. പ്രണയം അങ്ങനെയാണ്. അടുക്കുംതോറും ഒരുപാട് വേദനകൾ തരുന്ന ഒരു മനോഹരമായ അനുഭവം. അവൻ എത്രത്തോളം തന്നെ വേദനിപ്പിച്ചാലും അവന്റെ പ്രണയം മാത്രമായിരുന്നു അവൻ ആശ്വാസമായിരുന്നത്. എന്നാൽ ഒന്നിനു വേണ്ടിയും ആ പ്രണയത്തെ കണ്ടില്ലെന്ന് നടിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്. ഒരു പരിധി വരെ അത് വിജയിക്കുകയും ചെയ്തു. ശരീരത്തിനു വേണ്ടി മാത്രം അവനെ അടുപ്പിക്കുമ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല തന്റെ മനസ്സ് എന്താണ് ആഗ്രഹിച്ചിരുന്നതെന്ന്. ഇന്ദ്ര അറിഞ്ഞിരുന്നില്ല ഇനി അവനെ തേടിയെത്തുന്നത് എന്താണെന്ന്, ആരാണെന്ന്. കിച്ചുവിന് അവൻ നൽകിയ ഓരോ വേദനയ്ക്കും അവന്റെ കണ്ണുനീരിനും ചിലപ്പോൾ പകരം കൊടുക്കേണ്ടത് സ്വന്തം ജീവനായിരിക്കും എന്നുപോലും അവൻ ഓർത്തിരുന്നില്ല. കിച്ചു തനിച്ചല്ലായിരുന്നു. ആർക്കു വേണ്ടിയും ഇന്ദ്രയെ മാറ്റി നിർത്താൻ അവൻ ഒരുക്കമല്ലായിരുന്നു. എന്നാൽ ഒരിക്കലും അച്ചുവിനേക്കാൾ വലുതല്ലായിരുന്നു കിച്ചുവിന് ഇന്ദ്ര. കാശി, നീ കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് പറയാം. എനിക്ക് ഇന്നൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റൂമിലോട്ട് പോകണം. എനിത്തിങ് എൽസ്? കാശി, അന്നത്തെ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 മന്ത് ആവാറായി. ഇതുവരെ നീ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള എന്താന്ന് പോലും കേൾക്കാൻ നീ നിന്നിട്ടില്ല. പക്ഷേ ഐ എം റിയലി സോറി. ഇത് ഞാൻ ഡെയിലി നിന്നോട് പറയുന്നത് തന്നെയാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയതാ. അത് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് നിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് നിന്നെ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഇനോ നമ്മുടെ ഒരു പെട്ടെന്ന് എടിപിടിയെന്ന് പറഞ്ഞ് നടന്നൊരു കല്യാണമാണ്. എല്ലാം എനിക്കറിയാം. ബട്ട് എങ്ങനെയും നിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഒരിതിനു പോലും നിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു തെറ്റ് കണ്ടിട്ടില്ല. നീ ഒന്ന് കിച്ചുനെ കാണാൻ പോയതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മറന്നൂടെ പ്ലീസ്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതെയെങ്കിലും ഇരിക്കല്ലേ. പോട്ടെ, ഒന്ന് അടിയെങ്കിലും കൂടെ എൻ്റെ കൂടെ, വഴക്ക് കൂട്. കോളേജിൽ വെച്ച് നീ എന്നെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാത്ത എന്താ? പറ്റുന്നില്ലടോ. കഴിഞ്ഞോ? ഇനി എനിക്ക് പോവാമല്ലോ. പിന്നെ ഡെയിലി ഇത് തന്നെയല്ലേ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല.
ശരി എന്നാ. കാശി, ഇവനെന്താ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? ശ്ശേ, ഇത് നേരത്താണോ കുടിച്ചിട്ട് അങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ തോന്നിയേ? ഒരു വീട്ടിലിങ്ങനെ അപരിചിതരെ പോലെ പറ്റണില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആ സിധു, നീ എപ്പോഴാണ് വന്നേ? സ്കൂളിൽ നിന്ന് എപ്പോഴാണ് വന്നേന്നാ ചോദിച്ചേ. ഞാൻ കുറച്ചു നേരമായി. ഇച്ചായൻ്റെ എങ്ങോട്ടാ ഈ നേരത്ത്? അല്ല, ഓഫീസിൽ നിന്ന് പോയിട്ട് വന്നേല്ലേ, പിന്നെന്താ ഈ വൈകുന്നേരം എങ്ങോട്ടാ പോകുന്നേ? അത് ഓഫീസിൽ നിന്ന് വന്നതാ. 2-3 ഫയൽ എടുക്കാനുണ്ട്, അതിന് പോകണം. പിന്നെ വരുന്ന വഴിയിൽ കിച്ചണിൻ്റെ കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നീ വരുന്നുണ്ടോ? ഫയൽ മെയിൽ ചെയ്ത് തരാൻ പറ അവിടുത്തെ ആരോടെങ്കിലും. പിന്നെ കിച്ചന് നാളെ ഞാൻ കാണാൻ പോകാൻ നിൽക്കുമോ? നമുക്ക് ഒരുമിച്ച് പോവാം. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? നാളെ ലീവല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. അതാകുമ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമ്മൾ മാത്രം ഇതുവരെ അവനെ കാണാൻ പോകാത്തത്. കാശിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ സമാധാനത്തിൽ പോവാം. ഫയലിൻ്റെ കാര്യം ഇമെയിൽ ചെയ്ത് തരാൻ പറ. അല്ലെങ്കിൽ ഇനി ഫയൽ എടുക്കാനായിട്ട് ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ കിച്ചുനെ കാണാൻ കയറണ്ട. നാളെ നമുക്ക് ഒരുമിച്ച് പോയാൽ മതി കേട്ടോ. എന്നാ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്നാ ഞാനിപ്പോ പോയി ഫയൽ എടുത്തിട്ട് വരാം. സിധു, അവിടെ ആരും ഇല്ല ഇമെയിൽ ഒന്ന് ചെയ്തു തരാം. ഞാൻ തന്നെ പോയി എടുക്കണം. കിച്ചനെ കാണാൻ പോകുന്ന കാര്യം നമുക്ക് നാളെ പോവാം, പോരെ? അങ്ങനെ ഓക്കെ. എന്നാ ഞാൻ പോയിട്ടോ, പെട്ടെന്ന് വരണം കേട്ടല്ലോ. നേരെ ഇരുട്ടുന്ന സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാർ ഓടിച്ചുകൊണ്ട് നടക്കില്ല. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്ക്. അല്ലെങ്കിൽ രാവിലെ ഒന്നും അങ്ങേർക്ക് ഫയലെടുക്കാനും ഓർമ്മ കാണത്തില്ല, ഒന്നിനും ഓർമ്മ കാണത്തില്ല. നേരെ അങ്ങോട്ട് സന്ധ്യ ആവാൻ നേരത്ത് ഫയലെടുക്കണം, ആന എടുക്കണം, ചേന എടുക്കണം എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ഓട്ടം തുടങ്ങും. എന്റെ പൊന്ന് സിധു, 5:30 ആയതേ ഉള്ളൂ സന്ധ്യ അവന്റെ. ഞാൻ പോയിട്ട് വരാം. ഞാൻ 6 മണിക്ക് മുമ്പ് ഇവിടെ എത്തും. ചാവണ്ട. ഞാൻ ചാവത്തില്ല. എത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങൾ ചാവേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാലും എന്തിനാ ഐശു ചേച്ചി കാശിയേട്ട നേരത്തെ പോയേ? കാശിയേട്ടൻ്റെ തലയ്ക്കകത്ത് എന്താ പറ്റിയെന്നാ പറഞ്ഞേ? നിന്റെ കാശിയേട്ടന്റെ തലയ്ക്കകത്തൊന്നും പറ്റിയതല്ലടാ, തലവേദനയാ അവന്. അതുകൊണ്ടാ അവൻ നേരത്തെ പോയത്. അതെന്താ അവന് പെട്ടെന്നൊരു തലവേദന? വൈകുന്നേരം നമ്മുടെ ഒപ്പം ക്യാൻറ്റീനിലൊക്കെ വന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ലൈബ്രറി പോവാന്ന് പറഞ്ഞ് പോയിട്ട് വന്നതിന് ഇഷ്യൂ അല്ലേ? നിന്റെ കൂടെ അല്ലേ വന്നത്? അപ്പൊ നിനക്കറിയത്തില്ല ഇഷ്യൂ? അപ്പോഴ് ആദ്യം സാറില്ലേ, സാർ അവിടെ ഏതോ ടീച്ചറിനോട് സംസാരിച്ചുകൊണ്ടിപ്പുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം തലവേദനയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയത്. നിന്നോട് പറഞ്ഞോളാനും പറഞ്ഞു. എടാ എന്നാ ഞാൻ പോട്ടെ, എനിക്ക് അങ്ങോട്ട് ബസ് കുറവാ. അവനും പോയി, അതുകൊണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നാ ഞാൻ പോവാ, ബൈ. എന്നാലും എൻ്റെ കാശിയേട്ടൻ്റെ തലയ്ക്കകത്ത് എന്നെ ആയിരിക്കും. അന്നാമ്മേ, കാശിയേട്ടൻ എന്താ പെട്ടെന്ന് ആദമിച്ചാനെ കണ്ടപ്പോൾ തലവേദന വന്നേ? നിന്റെ കാശിയേട്ടന്റെ തലയ്ക്കകത്ത് ഓളം. എടാ മണ്ണുണ്ണി, വേറെ ആരോടെങ്കിലും നിന്റെ ഹസ്ബൻഡ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നീ സഹിക്കുമോ? അത് തന്നെ ആയിരിക്കും അവിടെ സംഭവിച്ചത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2 ആഴ്ചയായി. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഓഫ് ആവുന്നോണ്ട് ചോദിക്കുന്നതാ. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നിനക്ക് എന്നോട് ഷെയർ ചെയ്തുകൂടി ഇതൊക്കെ? അതെങ്ങനെയാ? എന്നോടൊരു മാങ്ങാണ്ടിയും പറയത്തില്ലല്ലോ. എൻ്റെ പൊന്നന്നാമോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ദിരയുടെ കൂടെയുള്ള ലൈഫൊക്കെ ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ പോട്ടെ, സമയം ഒരുപാടായി. നീ ഇങ്ങനെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നടക്കാണ്ട് സമാധാനമായിട്ട് പോകാൻ നോക്ക് കേട്ടോ. ബൈ. ആ പരനാറി വിഷ്ണു കാരണം എനിക്ക് സമാധാനമില്ല. ഈ ചെറുക്കൻ്റെ മനസ്സിൽ എന്താ? ഈ ചെറുക്കൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഈ ചെറുക്കനോട് ഫ്രണ്ട് ആവാനൊക്കെ വേണ്ടിയിട്ട് അവ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഞാൻ ഈ പാരട്ട കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തത്. ഇതിപ്പോൾ സുവോളജിക്ക് മുഴുവൻ ഫുൾ മാർക്ക് വാങ്ങിച്ചാലും എവൻ്റെ മനസ്സിനകത്ത് എന്താണെന്ന് മാത്രം ഞാൻ അറിയത്തില്ല. വല്ലതും പറഞ്ഞാലേ എനിക്ക് അവനെ വിളിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓന്ത് മാറും പോലെ അവൻ ഡ്രസ്സ് മാറുന്നത്. ചില സമയം ഭയങ്കര വിഷമത്തിലായിരിക്കും, ചില സമയം ഒരു വിഷമമില്ലാത്ത പോലെ ഇരിക്കുന്നതാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളിലുള്ളവരാണല്ലോ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. കണ്ടുപിടിക്കാം. ഇനി കണ്ടുപിടിക്കാൻ സമയമൊന്നുമില്ല. അവന്മാര് നാട്ടിലോട്ട് വരാൻ സമയമായി. ഇനി ഞാൻ എന്തോ കണ്ടുപിടിക്കാനാ? അതിന് അവൻ വല്ലതും പറയണ്ടേ? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടൊന്നുമല്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് ആവാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പായി. ഇനി അവൻ വല്ലതും പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ.
അവൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഏത് കാലത്താണാവോ കർത്താവെ അത് ഞാൻ അറിയാൻ പോകുന്നത്. ആൻറ്റിയമ്മേ, ആ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നാ? നല്ല ആളാ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഇന്നെന്താ ആൻറ്റിയമ്മേ വൈകിട്ട് സ്പെഷ്യൽ? അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. സാറാമ്മ കുറച്ച് കഴിയുമ്പോൾ പോവും. മോന് വിശക്കുന്നുണ്ടോ? ചായ എടുക്കട്ടെ? ആ ചായ എടുക്ക്. അപ്പോഴത്തേനും ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചായയും കുടിച്ച് ടി വി കാണാം. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. ബൈ. ആ പോയിട്ടാ ചെല്ലേ. ഈ കൊച്ചിനൊരു കാര്യം. എന്തു പറ്റി? എന്താ കേട്ടാ പെട്ടെന്ന് ഇങ്ങനൊരു വിസിറ്റ്? സാധാരണ ഓഫീസിൽ അധികം ഇങ്ങനൊരു വിസിറ്റ് പതിവില്ലാത്തതാണല്ലോ. എന്തു പറ്റിയാ കേട്ടാ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇന്ദ്ര വീണ്ടും കിച്ചനോട് എന്തെങ്കിലും? ഇല്ലല്ല, അതൊന്നുമല്ല. അതങ്ങനെ ഉണ്ടെങ്കിലും ഇനി കിച്ചു പറയത്തൂല, നമ്മൾ അറിയത്തൂലല്ലോ. എടാ, ഈ AK ഗ്രൂപ്പ്സ് ആരാടാ? നമുക്ക് തലവേദനയാണല്ലോ. ദേവസ്വൻ എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അതിന്റെ പറയാ. എടാ, അന്ന് ഇതിനെ കാണാൻ AK ഗ്രൂപ്പിന്റെ മാനേജറാന്ന് പറഞ്ഞ ഒരു പയ്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? നീ എന്നോട് പറഞ്ഞത് അതിന്റെ മാനേജറോ എന്തോ ആണെന്ന്. അതെനിക്കറിയാം. ഋഷി കൃഷ്ണ എന്നാ അവൻ്റെ പേര്. അവൻ മാത്രമേ എനിക്കിവിടെ അവരുടെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല. അവനാണെങ്കിൽ ഒരു അഹങ്കാരിയാണ്. എന്താ ഇപ്പം എന്താ ഉണ്ടായേ? അല്ല, ഞാൻ അറിഞ്ഞു കഴിഞ്ഞ പ്രോജക്റ്റും AK ഗ്രൂപ്പ് കൊണ്ടുപോയല്ലേ. എനിക്ക് തോന്നിയതാ അവരത് ചെയ്യുമെന്ന്. ഇനി മിക്കവാറും AK ഗ്രൂപ്പ്സ് ആയിരിക്കും ഒന്നാമത് വരാൻ പോകുന്നത്. ഇപ്പോൾ ശിവച്ചൻ്റെ ഗ്രൂപ്പ്, ദേവമ്മയുടെ ഗ്രൂപ്പ് ഒന്നാമത് വരാൻ ചാൻസ് കുറവാണല്ലോ. ദേവമ്മ ഇല്ലല്ലോ. രാമേട്ടനല്ലേ കമ്പനിയൊക്കെ നോക്കി നടത്തുന്നത്. അതും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. സൈഡിൽ നിന്ന് ഇപ്പോഴത്തെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമേ നോക്കി പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് എന്തായാലും AK ഗ്രൂപ്പ് ഒന്നാമത് കയറുന്ന. അതാണോ ദേവച്ചൻ്റെ പ്രശ്നം ഇപ്പോഴത്തെ? എക്സാക്ട്ലി. ആ പ്രോജക്റ്റ് ദേവച്ചന് നല്ല ഹോപ്പുള്ള സാധനമായിരുന്നു. ഇന്ദ്രയ്ക്കും അതെ. അതാ കിട്ടാണ്ട് പോയത്. അത് AK ഗ്രൂപ്പ്സ് കൊണ്ടുപോയി. അത് ലാസ്റ്റ് ടൈമിൽ നമുക്ക് തന്നെ കിട്ടിയതായിരുന്നു. പിന്നെ അവർ ബാർഗെയിൻ ചെയ്തെന്തോ കൊണ്ടുപോയെന്നാ പറയുന്നത് കേട്ടെ. സർപ്രൈസ്ഡ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അഖിലേട്ടനെ അറിഞ്ഞൂടാത്തോണ്ടാ. നല്ല കഴിവുള്ള ഏതോ ആളാ CEO. 2 പയ്യന്മാരെന്നാ പറയുന്നത് കേട്ടത്. കഴിവുള്ള ഏതോ 2 പയ്യന്മാരാ. അവരുടെ പ്രസൻറ്റേഷനൊക്കെ അത്ര ഹൈ ലെവലാണ്. അവരെ എല്ലാ മീറ്റിങ്ങിനും സാധാരണ ഓൺലൈനായിട്ട് തന്നെ പ്രസൻറ്റേഷൻ നടത്താറ്. പക്ഷേ ഓരോ പ്രോസസ്സും പറഞ്ഞു പോകുന്ന രീതി ഇറ്റ്സ് ബ്രില്യൻ്റ് അഖിലേട്ടാ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ഋഷി എന്ന് പറയുന്നത് അതിൻ്റെ വെറും ഒരു മാനേജറാണ്. മാർക്കറ്റിംഗ് മാനേജർ. അതുകൊണ്ട് തന്നെ ഋഷിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ ചാൻസ് ഇല്ല. ഇവരുടെ കമ്പനി എവിടെയാണെന്നൊന്നും അറിയില്ല. AK ഗ്രൂപ്പ്സ് ഉണ്ട്. അതിനുവേണ്ടി ഋഷി ഇവിടെ സംസാരിക്കാൻ വരാറുണ്ട്. മെയിനായിട്ട് ഇവർ ഡ്രഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതെനിക്കറിയാം. അത് ഈ ഋഷി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതെനിക്ക് നന്നായിട്ടറിയാം. ഐ തിങ്ക് അവരുടെ ഭാഗത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ടെന്നാണ്. പിന്നെ നമ്മളെപ്പോലെ കാരണവന്മാരുണ്ടാക്കിയിട്ടതിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നവരല്ല. അത് അവരായിട്ട് തന്നെ പൊക്കിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് കഴിവുള്ളവരാ. കിട്ടേണ്ടവർക്കല്ലേ കിട്ടത്തുള്ളൂ കേട്ടാ. അതത്രേ ഉള്ളൂ. കിട്ടേണ്ടവർക്ക് കിട്ടത്തുള്ളൂ. ഏതായാലും ദേവസ്വൻ എന്നോട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാ നിനക്ക് പിന്നെ ആ ചെറുക്ക ഇവിടെ വരുന്നോണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. എനിവേ നിനക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ഞാൻ ഇറങ്ങോടാ. ഞാൻ പിന്നെ വേറെ വല്ല വഴിയിലും കണ്ടുപിടിക്കാൻ പറ്റും നോക്കട്ടെ. ശരി, എന്നാ ഇറങ്ങാം. അഖിലേട്ടാ, കിച്ചു, ഇന്ദ്ര, കിച്ചു ഓക്കെ ആണോ? അല്ല, അതിനുശേഷം അഖിലേട്ട അവനെ കണ്ടോ, വിളിച്ചോ, എന്തെങ്കിലും ചെയ്തോ? ആടാ, അവ ഓക്കെയാന്ന് അവൻ പറയുന്നു. ഞാനൊരു 4-5 പ്രാവശ്യം പോയി കണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവ ഓക്കെയാ, ഭയങ്കര ഹാപ്പിയാ. ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാ. ഞാൻ പോകുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ കോളേജിൽ പോകുന്നതുകൊണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ഓക്കെയാ. അവനൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്, അന്നാമ്മ എന്നും പറഞ്ഞുകൊണ്ട്. ഗുണ്ടേന്ന് അവൻ പറയുന്നത്. പിന്നെ ഡെയിലി വിളിക്കാറില്ല, എന്നാലും
നമ്പർ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. ഇന്നേതായാലും ഒന്ന് വിളിച്ചു നോക്കണം. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ദ്രയും ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയാ പോകുന്നത്. ആ നോക്കാം. എന്തായാലും ഞാനൊന്ന് ഇറങ്ങൂടാ. ശരി എന്നാ. ആ ശരി കേട്ടാ, ബൈ. ഇന്ദിര, ചായ എടുക്കട്ടെ? ആ ചായ വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട. ജെനിഫർ, ടി വിയുടെ ഓളിയും കുറച്ച് വെച്ച് കണ്ടുകൊണ്ടിരിക്കണം കേട്ടല്ലോ. ഇവിടെ നിന്ന് സൗണ്ട് മേളിലോട്ട് കേൾക്കരുത്. എന്നെ നിനക്ക് അറിയാമല്ലോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഐ മീൻ പ്രോജക്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ആ സൗണ്ട് വയ്ക്കില്ല ഇന്ദിര, സൗണ്ട് വയ്ക്കില്ല. സൗണ്ട് വയ്ക്കാതിരുന്നാൽ നിനക്കോളാം. ജെനി കമോൺ, ബാ മേളിപ്പോ എൻ്റെ റൂമിലാണ്. ഞാൻ പറഞ്ഞെന്ന് മറക്കണ്ട, സൗണ്ട് വയ്ക്കരുത്. കമോൺ ബേബ്. ആ വയ്ക്കത്തില്ല. ആൻറ്റി അമ്മ, എൻ്റെ ചായ തരുമോ? ഞാൻ ചായയും കുടിച്ചിട്ട് ഈ ടി വിയും കണ്ടിട്ട് വേണം. എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടെന്ന്. ഒരുപാട് വർക്ക് സാറ് തന്നിട്ടുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആക്കണം. ഇനി ഞാൻ ചായ തന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആവാതിരിക്കണ്ട. ഇതാ ചായ കുടിച്ചിട്ട് ഈ ടി വി ഓഫ് ആക്കിയിട്ട് പോയി വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം കേട്ടോ. എന്താടാ കുറെ നേരമായാലോ നിന്ന് തത്തി കളിക്കുന്നു? കാര്യം പറ. അത് ആൻറ്റി അമ്മ, അവർ ഒരുപാട് നേരമല്ലോ മോളിൽ പോയിട്ട്. എന്തായിരിക്കും ചെയ്യുന്നത്? ഓഫീസിൽ വർക്ക് ചെയ്യാനായിരിക്കുമോ? ആ ഇത് കൊള്ളാം. ഇത് നീ എന്നോടാണോ ചോദിക്കുന്നേ? അങ്ങ് മോളിൽ പോയി നോക്കടാ. നിന്റെ ഹസ്ബൻഡ് അല്ലേ? നിന്റെ ഹസ്ബൻഡിന്റെ മുറിയിൽ പോയി നോക്കുന്നതിന് ആരുടെയും അനുവാദം വേണോ? വേണ്ടല്ലോ, പോയി നോക്ക്, ചെല്ല്. അത് ശരിയാ. എന്നാ ഞാൻ പോയി നോക്കിയിട്ട് വരാവേ. ബൈ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. എൻ്റെ കർത്താവേ, ഈ കൊച്ചിന് നല്ലൊരു ലൈഫ് കൊടുക്കണേ. ജെനിഫർ, ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഐ മീൻ എനിക്കിപ്പോൾ അതിന് പറ്റിയൊരു മൂഡിനല്ല. നമുക്ക് പിന്നോടെപ്പോഴെങ്കിലും ആവാം. ഇതിനാണ് നീ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നെങ്കിൽ യു ക്യാൻ ലീവ് നൗ പ്ലീസ്. വൈ വൈ ഇന്ദ്ര, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്താ ആ ഇഡിയറ്റ് നിന്റെ ലൈഫിൽ അത്രയും സ്വാധീനിച്ചിട്ടുണ്ടോ? അതോ നിനക്ക് ഇനി അവനോട് സണ്ണി പറഞ്ഞതുപോലെ പ്രേമം വല്ലതും ആണോ? മേ ബി ആവാം, അല്ലായിരിക്കാം. പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ അവനോട് എനിക്ക് പ്രേമമില്ല എന്നുള്ളത് ആരെക്കാലും എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല എനിക്ക്. ആൻഡ് അത് തെളിയിക്കാൻ, ഐ മീൻ നിന്റെ കൂടെ കിടക്കാത്തതിന് എനിക്ക് അവനോട് പ്രേമമെന്ന് നീ പറയുകയാണെങ്കിൽ അത് നീ കണ്ടുപിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോ. ഇപ്പൊ എനിക്ക് നീയായിട്ടൊരു പ്ലേക്ക് താല്പര്യമില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോ ഇന്ദ്ര, നോ, ഐ കാണ്ട്. ഐ നീഡ് യു നൗ. എനിക്ക് നിന്നെ ഇപ്പം തന്നെ വേണം. ബിക്കോസ് നിനക്ക് എന്നെ വേണമെന്ന് പറഞ്ഞ ടൈമിലൊക്കെ ഞാൻ വഴങ്ങി തന്നിട്ടുണ്ട്. ഇപ്പോ ഐ വാണ്ട് യു. ഒരുപാടായി നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു. ഐ കാണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല. ഐ വാണ്ട് യു. നിനക്ക് വേണ്ടി പലയിടത്തും പല സ്ഥലത്തും ഞാൻ കിടന്നു തന്നിട്ടുണ്ട്. ആൻഡ് നൗ ഐ ആം ആസ്കിങ് യു, എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ് മൂഡ് ഞാൻ വരുത്തിക്കോളാം. ഇന്നൊരു വഴക്ക് പറയോ? വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, എപ്പോഴും പറയാറുള്ള കൂട്ടത്തിൽ അങ്ങ് കൂട്ടിക്കോളാം. എന്താ ചെയ്യണേന്ന് എനിക്കും അറിയണമല്ലോ. മുറിയും പൂട്ടിയിട്ട് എന്നാൽ എനിക്ക് ആ ചേച്ചി ഇഷ്ടമല്ല. ചേച്ചിന്ന് വിളിക്കാൻ പറ്റത്തില്ല, മാഡം. എന്തേലും ആവട്ടെ, ഞാൻ തുറക്കാൻ പോവാം.
സോറി ജെനിഫർ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ ഇറ്റ്സ് ഓക്കെ. ഒരു കിസ്സെങ്കിലും നീ തന്നല്ലോ, അതെന്നെ ധാരാളം. ഓ സോറി, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എടുത്തല്ലോ, എനിക്കത് മതി. പിന്നെ കാണേണ്ടവരൊക്കെ കണ്ടിട്ട് പോവുകയും ചെയ്തു. ഐ എം ഹാപ്പി. എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാന്ന്. ജെനിഫർ, ഞാൻ ഓക്കെ അല്ല, അതുകൊണ്ടാണ്. സോറി. നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഞാൻ ആരാ സത്യത്തിലും ഇന്ദ്രയുടെ സെക്സ് ടോയ്? സെക്സിന് വേണ്ടി മാത്രം ഇന്ദ്ര എന്നെ, അല്ലാണ്ട് എന്തിനെങ്കിലും എന്നോട് സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ടോ? അതിപ്പോ ഒരുപാട് പേരൊന്നും കിട്ടുന്നില്ലേ? പിന്നെ എന്നെ കൊന്നു തന്നൂടെ എന്തിനാ നിനക്ക്? ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ നീ ഇങ്ങനെ വെറുക്കുന്നു? എന്നെ നീ എന്ത് സ്നേഹിക്കാത്ത എന്തിനാ? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ എന്തിനാ നിന്നോട് ചെയ്ത്? ആരോടും പറയാൻ പറ്റത്തില്ല. എന്തെന്ന് പറയും ഞാൻ? എന്നെ എന്തിനാ എന്നെക്കാളും ഇഷ്ടമുള്ളവരുണ്ടെന്നോ, അതോ എന്നെ സെക്സിന് വേണ്ടി മാത്രമാണ് സ്നേഹിക്കുന്നതെന്നോ? ഹലോ, പഴ അഖിലേട്ടാ. ഹലോ കിച്ചു, ഇന്ദ്ര അവിടെ എത്തിയോ? അല്ല, ഇവിടെ നിന്ന് രണ്ടെണ്ണം കൂടെ കാർ ഇങ്ങനെ വരുന്നുണ്ടോ? നീ ഓക്കെ തന്നെയല്ലേ? ആ ഓക്കെ അഖിലേട്ടാ. ഹലോ കിച്ചു, നീ ഓക്കെ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. കിച്ചു, അവനോളം വന്നല്ലേ? നോക്ക് കിച്ചു, നിന്നെ എന്ത് ചെയ്താലും അത് അതുപോലെ ഞാൻ വരുമ്പോൾ പറയണം. ഒരു 20 മിനിറ്റ് അതിനകത്ത് ഞാൻ അവിടെ എത്തും. കരയരുത്. എന്തുണ്ടെങ്കിലും പരിഹരിക്കാം. കരയരുത് കേട്ടോ. വെറും 20 മിനിറ്റ്സ് അതിനകത്ത് അഖിലേട്ടൻ വീട്ടിൽ കാണും. വേണ്ട അഖിലേട്ടാ, ഇതിങ്ങനെയൊക്കെ തന്നെ പോയാ മതി. അറ്റ്ലീസ്റ്റ് ഇന്ദ്ര എന്നോട് കാണുമല്ലോ അഖിലേട്ടാ. എനിക്ക് പറ്റണില്ല അഖിലേട്ടാ. ഇന്ദ്ര ഇല്ലാതെ എനിക്ക് പറ്റൂല അഖിലേട്ടാ, പറ്റൂല. ഓ കിച്ചു, ഞാൻ പറഞ്ഞില്ലേ കരയല്ലേ. എനിക്കറിയാം ഇന്ദ്രയില്ലാതെ നിനക്ക് പറ്റൂലെന്ന് എനിക്കറിയാം. കരയല്ലേ. അഖിലേട്ടൻ പറഞ്ഞല്ലോ, അഖിലേട്ടൻ 20 മിനിറ്റിനകത്ത് അവിടെ കാണും. ഉറപ്പാ. അവിടെ കണ്ടിരിക്കും. സാറാമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? സാറാമ്മ പോവാറങ്ങിയതാണോ? കിച്ചു ഇവിടെ? ഹക്കിമോനോ? കിച്ചുമോ മുകളിലുണ്ട്. മോനെ ഞാൻ പോവാറങ്ങിയതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ. കിച്ചുമോ മുകളിൽ റൂമിലുണ്ട്. മോനൊന്ന് പറഞ്ഞു തരാം അവനോട് സാറാമ്മ പോയെന്ന്. ഞാൻ പറയാം. സാറാമ്മ ഒന്ന് ഇന്ദ്ര ഉണ്ടോ? ഇന്ദ്ര ഒറ്റയ്ക്കാണോ അതോ കൂടെ മറ്റോളും ഉണ്ടോ? ഉണ്ട് കുഞ്ഞേ, കൊച്ചുണ്ട്. കുഞ്ഞെ, സാറാമ്മ ചെറിയ വീട്ടിലെ ഒരു സ്ത്രീയാ, വെറും സ്ത്രീ. നിങ്ങളുടെ കാരുണ്യത്തിലാ സാറാമ്മയുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചത്. ഇന്നും നിങ്ങളുടെ കാരുണ്യത്തിൽ തന്നെയാണ് ഞാൻ കഴിയുന്നത്. ചോദിക്കാൻ പാടുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും മോനെന്നെ സാറാമ്മ എന്ന് വിളിക്കുന്ന സ്നേഹത്തിൽ ഇത്തിരിയെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നിയോണ്ട് ചോദിക്കുക. എന്തിനാ മോനെ അപ്പാവി ചെറുക്കനെ ഇവനെ കൊണ്ട് കെട്ടിച്ചത്? ഇന്ദിരയെ ഞാൻ എടുത്തു വളർത്തിയ മോന. ഒരു 2 വർഷം മുമ്പേ ഇന്ദിര ഇങ്ങനെ അല്ലായിരുന്നു. സാറാമ്മ എന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കാത്തൊരു ഇന്ദിര കുഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ഇതവനല്ല.
എനിക്കറിയാം ഈ മാറ്റത്തിൻ്റെയൊക്കെ കാരണം അവൻ്റെ ലൈഫിലെ ആദ്യത്തെ പ്രണയമാണ്. പക്ഷെ എന്നാലും ആ മേളിവിലോട്ട്, അതായത് കിച്ചുമോനുണ്ടല്ലോ, അത് സ്വത്താ. അതിനെ വേറെ ആർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്നു. എന്തിനാ ഈ നരകത്തിലോട്ട് തള്ളിയിട്ടത് എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട്? പറ്റിപ്പോയി സാറാമ്മ, രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബന്ധങ്ങളെല്ലാം കൂടി ഇറുവി ഒരു കെട്ടിൻ്റെ അകത്താ ഞാൻ. സാറാമ്മയ്ക്ക് പണ്ടേ അറിയാലോ. കുടുംബ ബന്ധങ്ങളുടെ നിയമത്തിൽ കുടുങ്ങി കിടക്കുന്നതാണ് ഈ അഖിൽ വാസുദേവ് ശങ്കർ. എനിക്ക് അതിൽ നിന്ന് പുറത്തു വരെ അറിയത്തില്ല സ്വന്തമായിട്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ അവനെ കൊണ്ടുവരുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്ന് ചെയ്യും. കാരണം എൻ്റെ അച്ഛനാ. അവനെ രക്ഷിക്കാൻ ഒരു പക്ഷെ എനിക്ക് പറ്റത്തില്ല. ഇന്ദ്രിയെ മാറ്റാനും എനിക്ക് പറ്റത്തില്ലായിരിക്കും. പക്ഷെ അവൻ എന്തെങ്കിലും ആവശ്യം വന്ന് അവൻ്റെ കൂടെ ഇതുപോലെ ഓടി വരാൻ ഒരു ചേട്ടനായിട്ട് ഞാൻ എന്നും കാണും. അത് ഉറപ്പാണ്. എൻ്റെ ജീവൻ പോകുന്ന കാലത്തോളം അവനൊന്ന് കരഞ്ഞു വിളിച്ച ഞാനിവിടെ എത്തിയിരിക്കും സാറാമ്മ. എന്നാ ശരി, ഞാനൊന്ന് പോയി അവനെ കാണട്ടെ. ശരി, ശരി മോനെ, എന്നാ സാറാമ്മ ഇറങ്ങുക. ശരി. കിച്ചു, എന്താടാ പറ്റിയേ? എന്തിനിങ്ങനെ കരയുന്നേ? എന്താ? അഖിലേട്ടനോട് പറ. എന്താ? അഖിലേട്ട, കിച്ചന് പറ്റില്ല അഖിലേട്ട, പറ്റില്ല. ഇനിയും അഖിലേട്ട. എന്തിനവിടെ ആ ചേച്ചിയുടെ കിച്ചണിവിടെ ചെയ്യുമ്പോഴൊക്കെ ചെയ്യായില്ലേട്ട. എനിക്ക് ഇനിയും വയ്യായില്ലേട്ട. എനിക്കത് കാണാൻ വയ്യായില്ലേട്ട. എന്റെ മോന് കിച്ചു, ഒന്നുമില്ലടാ, ഒന്നുമില്ല. ഇന്ദ്ര ഇങ്ങനെയാ. അതാണ് ഇന്ദ്ര. കിച്ചുവിനോട് അഖിലേട്ട ഒരു കാര്യം പറയട്ടെ, അത് കിച്ചു ചെയ്യുമോ? ഇന്ദ്രനെ കളഞ്ഞൂടെ? എന്നിട്ട് കിച്ചുവിൻ്റെ അച്ഛനും കിച്ചുവും അമ്മയും കാശിയും മാത്രമായിട്ടുള്ള ആ ലോകമില്ലേ, അതല്ലേ നല്ലത്? പറ്റൂല അഖിലേട്ടാ, പറ്റൂല. കിച്ചുവിന് എന്തിനു വേണം? അഖിലേട്ടാ? കിച്ചന് എന്തേ വേണം? കിച്ചന് എന്തേ വേണം? എല്ലാരും വേണം. കിച്ചുവിന് എന്തിനു വേണം? കിച്ചു എന്തിനു കളയൂല അഖിലേട്ടാ. നിനക്ക് ഇന്ദിര വേണം. നീ ഇവിടെ ഇരിക്കും, കരയണ്ട, ഞാനിപ്പോ വരാം. അഖിലേട്ടാ എങ്ങോട്ടാ? തല്ലുണ്ടാക്കല്ല അഖിലേട്ടാ. അടി വഴക്കൊന്നും വേണ്ട. ഞാൻ കണ്ടില്ല എന്ന് തന്നെ ഇരുന്നോണ്ടല്ലേട്ടാ. ഒരു പ്രശ്നവും വേണ്ട. തല്ലുണ്ടാക്കിയ എന്തിനെന്നെ കളയോ ഇല്ലേട്ടാ? ഞാനൊരു തല്ലും ഉണ്ടാക്കില്ല. നീ ഇവിടെ ഇരിക്കും. ഇതാര്? അഖിൽ വാസുദേവ് ശങ്കറോ? ഇന്ദ്രയുടെ കല്യാണത്തിന് മുമ്പേ എന്നെ ചെറുതായിട്ട് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തല്ലോ. ഇപ്പൊ എന്തായി? ആ അകത്ത് കിടക്കുന്ന യൂസ്ലെസ് ആസ്ഹോൾ ഉണ്ടായിട്ട് പോലും ഇന്ദ്ര എന്നെയാണ് വിളിക്കുന്നത് കൂടെ കിടക്കാനായിട്ട്. എനിവേ, ഇന്ന് ഞാൻ ഒരുപാട് ആനന്ദിച്ചു അവൻ്റെ കൂടെ. സോ ബൈ, ഞാൻ പോട്ടെ. എന്താ ആസ്ഹോളിനെ ഇപ്പോൾ അഖിലാണോ വച്ചുകൊണ്ടിരിക്കുന്നത്? കാണാൻ വന്നോണ്ട് ചോദിച്ചതാ. You bastard! നിന്റെ തന്ത അവന് ചേരും ഈ പറഞ്ഞ സാധനം. ഈ കിട്ടിയത് നീ മറക്കരുത്.
നീ അവൻ്റെ കൂടെ പിഴച്ച് മലന്ന് കിടന്ന എനിക്കൊന്നുമില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പക്ഷേ ഇപ്പോൾ ആ അകത്തിരുന്ന് കരയുന്നവനുണ്ടല്ലോ, അവൻ എൻ്റെ അനിയനാ, എൻ്റെ അനിയൻ. അവന് വേദനിച്ച എനിക്കും വേദനിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. സോ നീ കാണിച്ചതിന് നിനക്ക് ഇതിനും വലുതാ ഞാൻ തരേണ്ടത്. പക്ഷേ ഇതിന് ഞാൻ ഒതുക്കിന്നേ ഉള്ളൂ. ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോടി. നീ അടിച്ചത് എൻ്റെ രോമത്തിൽ പോലും കൊണ്ടിലാക്കില്ല. ബിക്കോസ് നീ പറഞ്ഞ പോലും കേൾക്കാത്ത ഒരാളാണ് അകത്ത് നിൽക്കുന്നത്. എനിക്ക് അവനെ വേണ്ടേ, അതും ഈ ഇരിപ്പിൽ തന്നെ, ഇങ്ങനെ തന്നെ. അവനൊരു ചേഞ്ച് അത് അകത്തെഴുന്ന് പോകുന്ന പട്ടി വിചാരിച്ചാൽ പോലും നടക്കില്ല. അവനിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തീർക്കാനാ യോഗം അവൻ്റെ ജീവിതകാലം മുഴുവൻ. അതിന് നീയല്ല, ഇനി ഉടേ തമ്പുരാൻ ഇറങ്ങി വന്നാലും അവൻ്റെ വിധി മാറ്റി എഴുതാൻ പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്നല്ല, അത് നടക്കാനും പോകുന്നില്ല. എനിവേ താങ്ക്സ് ഇങ്ങനൊരു അടി തന്നതിന്. അങ്ങനെ നിന്റെ കൈയുടെ ചൂട് കൂടി അറിയാൻ പറ്റിയല്ലോ. ബൈ. എൻ്റെ വിശപ്പ് തീർന്നു, അതുകൊണ്ട് എനിക്കിനി ഇവിടെ റോളില്ല. ബൈ. നാശം. ഇതുപോലെയുള്ള ശവങ്ങൾക്കൊക്കെ ജന്മം കൊടുത്ത തന്തേനും തള്ളേനും പറഞ്ഞാൽ മതിയല്ലോ. അകത്ത് കിടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ, സ്വന്തം ചോരയാന്ന് പറയാനും പോലും എനിക്ക് അറപ്പാ. എന്തു പറ്റി പെട്ടെന്ന്? എന്താ കാര്യം? വാട്ട് ദ ഫക്ക്? അഗി, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ എന്റെ ശരീരത്ത് നീ ഇനി കൈ വെക്കരുതെന്ന്. എന്തിനോടാ നീ ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയെന്ന്? ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ ഒരു പിഴച്ചത്, അതിൻ്റെ കൂടെ മലന്ന് കിടന്നതിന്. എടാ, കെട്ടിക്കഴിഞ്ഞ ആ കെട്ടിയവന്റെ കൂടെ വേണം കിടക്കാൻ, അല്ലാതെ ഇതുപോലുള്ള വെറുതെ പണത്തിന് വരുന്ന മക്കളൂടെ പോയി കിടക്കുകയല്ല വേണ്ടത്. അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിനക്ക് റോട്ടിൽ കൂടെ പോകുന്ന പെൺപിള്ളേരോട് വരെ കാമം തോന്നുന്നവനല്ലേ. നിർത്തിക്കോ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതായത്. ഇന്ന് ഞാൻ വീണ്ടും പറയാം, ഇന്ദ്ര, മര്യാദയ്ക്ക് ഇമാതിരി ചീപ്പ് പരിപാടികൾ നിർത്തിക്കോ. എന്നിട്ട് അവനെ മാത്രം സ്നേഹിച്ച് നിൽക്കാൻ നോക്ക്. ഇത് നിനക്ക് നല്ലതിനല്ല, ദോഷം ചെയ്യും നന്നായിട്ട്. ഓ, എഗെയിൻ അവൻ കാരണമാണോ അഗിയനെ തല്ലിയത്? അതിനുള്ളത് ഞാൻ അവന് കൊടുത്തോളാം. പിന്നെ അഗിയോട് ഞാൻ ലാസ്റ്റായിട്ട് പറയാം, എൻ്റെയും അവൻ്റെയും കാര്യത്തിൽ അഗി ഇടപെടരുത്. ഇങ്ങനെ എൻ്റെ അവൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ ചാടിക്കേറിയൊക്കെ ഇടപെടാൻ മാത്രം എന്താ അവനും അഗിയായിട്ട് ഇനി വേറെ വല്ല എന്തെങ്കിലും ബന്ധമുണ്ടോ? കാണും. എപ്പോഴും അഖിലേട്ടാന്ന് വിളിച്ച് നടക്കയില്ലേ മണത്തോണ്ട്. മേ ബി കാണാം. പക്ഷേ അവനെ എന്ത് ചെയ്യണമെന്നും ഏത് ചെയ്യണമെന്നും പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ആരെയൊക്കെ കയറ്റണമെന്നും ഞാൻ ആരുടെ കിടക്കണമെന്നും ഇതിനൊന്നിനും ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും അഖിൽ വാസുദേവ് ശങ്കർ വന്ന് വാണിംഗ് തരേണ്ട ആവശ്യമില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഖിലേട്ടന് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാ, നീ അനുഭവിച്ചറിഞ്ഞാൽ മതി. അനുഭവിച്ച് തന്നെ അറിയും. ഇതെൻ്റെ ശാപമാണ്. നീ ഇതിനൊക്കെ അനുഭവിക്കും. എല്ലാത്തിനും നീ എണ്ണി 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 അനുഭവിക്കും, ഉറപ്പാ. ഞാൻ പോവാം. നിന്റെ വീടല്ലേ, നിന്റെ ഭർത്താവല്ലേ, അയക്കോ, എന്താന്ന് വെച്ചാൽ അയക്കോ. ഇതിനൊക്കെ നീ നരയിക്കുമ്പോൾ അപ്പോഴും നീ ഇതൊക്കെ തന്നെ പറയണം. ഓ, ആ നാശം പിടിച്ചവൻ കാരണം രണ്ടാമത്തെ പ്രാവശ്യം ആക്കി എന്നെ അടിക്കുന്നത്. അവനെ ഇന്ന് ഞാൻ നീ എന്താടാ അഖിലിനോട് പറഞ്ഞു കൊടുത്തേ? ഞാനൊന്നും പറഞ്ഞില്ല ഇന്ദിര, ഞാനൊന്നും പറഞ്ഞില്ല ഇന്ദിര, എന്നെ തല്ലല്ല ഇന്ദിര, ഞാനൊന്നും പറഞ്ഞില്ല, ഒന്നുമേ പറഞ്ഞില്ല. ഓ, അങ്ങനെയാണോ? നീ അപ്പൊ ഒന്നും പറഞ്ഞില്ല?
ഒന്നുമേ പറഞ്ഞില്ല. ഹ. ആ, അയ്യോ, നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ ഞാൻ തല്ലാനൊന്നും പോകുന്നില്ല ഇന്ന്. ഹ. എപ്പോഴും നിന്നെ തല്ലിയ നീ ചത്തുപോയാ അതിന് ഞാൻ സമാധാനം പറയണ്ടേ? ഏ, ഇന്ന് ഞാൻ നിന്നെ തല്ലത്തില്ല. ഇന്ന് ഇന്ന് ഞാൻ നിന്നെ സ്നേഹിക്കും, നന്നായിട്ട് സ്നേഹിക്കും, നല്ല രീതിയിൽ. ആ സ്നേഹപ്രകടനം കഴിഞ്ഞ് നീ ഈ പടിക്ക് പുറത്ത് ഇന്ന് തൊട്ട് ഇന്ദ്രയായിട്ട് യാതൊരു ബന്ധവും ഈ കാളിദാസ് ഇനി ഉണ്ടാവില്ല. അത് മതി. അതിനേക്കാൾ വലിയ ശിക്ഷ ഇനി നിനക്ക് തരാനില്ലല്ലോ. അടിച്ചാ നീ നേരെയാവത്തില്ല എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പോ തുടങ്ങിയാലോ? ഇന്ദ്ര ഇന്ദ്ര ഇന്ദ്രക്ക് എന്താ? വീട് ഇന്ദ്രക്ക് എന്താ? വേനിക്ക ഇന്ദ്ര, വീട് വിടൂല. നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാടാ. വേണ്ട ഇന്ദ്ര, വീട് ഇന്ദ്ര. ഓ, വിടണോ അല്ലേ? ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ട് നിന്നോണ്ടല്ലോ. അടിക്കില്ല ഇന്ദ്ര, ഒന്നും ചെയ്യല്ലേ ഇന്ദ്ര. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ചെയ്യൂല. സ്നേഹിക്കത്തേ ഉള്ളൂ നിന്നെ. വേണ്ട ഇന്ദ്ര, വേണ്ട ഇന്ദ്ര, വേണ്ട. നോക്കടാ നേരെ. നിന്നെ വീട് ആകേട്ട അച്ഛോ ചാഴവ വീട് എന്തിനാ? വിടൂലെന്ന് പറഞ്ഞില്ലേ? വീട് എന്തിനാ? ചാഴവ അച്ഛേ എന്തിനാ വീട്? വീട് എന്തിനാ അച്ഛേ? വീട് എന്തിനാ? കിടക്കണോ? വിടണോ അല്ലേ ഞാൻ നിന്നെ? നിനക്കെന്നെ അറിയില്ല ഇന്ദ്രനെ. ഒന്നും ചെയ്യില്ല എന്തിനാ? ഒന്നും ചെയ്യല്ല എന്തിനാ? വീടെന്തിനാ? പ്ലീസ് എന്തിനാ? പ്ലീസ് എന്തിനാ വീട്? ഇല്ലടാ, ഇനി നിന്നെ അടിക്കത്തില്ലടാ. ഇനി നിന്നെ ഞാൻ അടിക്കൂലടാ. എന്തിനാ? തിരിഞ്ഞു കിടക്കടാ പുല്ലേ. ഇല്ല, ഇനി ഞാൻ നിന്നെ തല്ലില്ലല്ലോ. ഇനി ഞാൻ നിന്നെ തല്ലാനല്ല പോന്നെ. വീടെന്തിനാ? 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 വീട് ഇപ്പൊ ഈ നിമിഷം ഈ തുണിയും മണിയെല്ലാം മാറി ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. പിന്നെ ഇങ്ങോട്ട് കൊണ്ടേക്കരുത് നിന്നെ. ഞാൻ കുളിച്ചിട്ട് വരുമ്പോ നിന്നെ ഇവിടെ നിന്നല്ല, ഈ മുറിക്കകത്തൊന്നല്ല, ഈ വീട്ടിന്റെ പരിസരത്ത് പോലും കണ്ടേക്കരുത്. എങ്ങോട്ടെങ്കിലും പോയി ചത്തോണം. എല്ലാം എൻ്റെ തെറ്റ്. ഇല്ല, ഇനി ഞാൻ പോവില്ല. എനിക്ക് ഞാൻ ശല്യമാണെന്ന് പറഞ്ഞു നടക്കാൻ പറ്റുന്നില്ല അച്ഛൻ.
എനിക്ക് ഒന്നിനും പറ്റണില്ല അച്ചു. അച്ചു വാ അച്ചു. എനിക്ക് വയ്യ അച്ചു. എനിക്ക് വയ്യ.